ടൈമേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ തന്നെയാണ്. ഇസ്രായേല് ഒരിക്കലും ഇതുപോലെയുള്ളൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതേയില്ല. ഹമാസിനെ അടിച്ചു. അവരെ കയ്യിൽ പിന്നെ വേറെ ചെറിയ പൊട്ടാസ് മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തെറിയാനുള്ള കല്ലും മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ പിന്നെ നിരന്തരമായി ബോംബിടുകയും അതുപോലെ കയറി അങ്ങ് നിരങ്ങുകയും ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളെയും അതുപോലെ സ്ത്രീകളെയും നിരപരാധികളെയെല്ലാം കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു. ഒരു വംശഹത്യയുടെ ആ സ്വഭാവം എന്റെ വംശഹത്യ തന്നെ ആയിരുന്നു അവന്മാർ അവിടെ നടത്തിയിരുന്നത്. പിന്നെ ലെബനാനിൽ കയറി നിരങ്ങി. അവിടെയും അവന്മാര് വലിയ വലിയ ബോംബുകൾ ഇടുകയും അതുപോലെ അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം പിന്നെ അവന്മാർക്ക് ഏളിതമായി. പിന്നെ അതുപോലെ യമനിൽ ഹൂത്തികളെയും അതുപോലെ ആക്രമിച്ചു. അവരും തിരിച്ചാക്രമിക്കുകയും അവര് അതുപോലെ കടൽ ബ്ലോക്ക് ചെയ്യുകയും കടൽ ബ്ലോക്ക് ചെയ്യുകയും മൊത്തവും ചെയ്തു. അപ്പോൾ പിന്നെ അമേരിക്ക കൂടെ ഉണ്ടല്ലോ, ലോക വൻ ശക്തി കൂടെ ഉണ്ടല്ലോ, അവന്മാരാണിത് ചെയ്യിക്കുന്നത് തന്നെ. അപ്പോൾ പിന്നെ ഈ യഹൂദന് പിന്നെ തോന്നൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനി എന്തായിരുന്നല്ല ഇറാനിലേ ബാക്കിയുള്ളൂ, അവനല്ലേ ഈ ആയുധങ്ങൾ മൊത്തം കൊടുക്കുന്നത്, അവനെ അങ്ങ് തീർത്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കന്റെ കൂട്ടുപിടിച്ച്. അമേരിക്ക അറിയാതെ ചെയ്യില്ല, അമേരിക്ക തന്നെയാണ് ഇത് ചെയ്യിക്കുന്നത്. അങ്ങനെ കയറി ഇറാനെ ഒന്ന് ചൊറിഞ്ഞു പോയി. ഇറാൻ തിരിച്ചങ്ങ് മാന്തി അള്ളിപ്പറിച്ച്. കാരണം അവർക്കിനി തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. ക്ഷമയുടെ അങ്ങേയറ്റം നെല്ലിപ്പലക വരെ കണ്ടു. യവന്മാരാണല്ലോ ലോക പോലീസ്. യവന്മാര് വിചാരിക്കുന്ന സ്ഥലത്ത് വേണം എല്ലാം നിൽക്കാൻ, യവന്മാര് പറയുന്നത് വേണം എല്ലാവരും കേൾക്കാൻ എന്നുള്ളൊരു ധാരണയാണ് യവന്മാർക്ക് ഇതുവരെ ഉണ്ടായതും അങ്ങനെ തന്നെ ആണ് നടന്നത്. അതുപോലെ സിറിയയെ അവന്മാര് തകർത്ത് കളഞ്ഞു, അഫ്ഗാനിസ്ഥാന്, പിന്നെ ഇറാഖിന്. ഇതെല്ലാം യവന്മാര് അധിനിവേശങ്ങൾ നടത്തി അവിടെ കുറെ പാവ സർക്കാരുകളെ മാറ്റി. പിന്നെ ഗൾഫ് രാജ്യത്തെ സമ്പത്ത് കൊണ്ട് മാത്രമാണ് ഈ ലോകം മുഴുവനും നിലനിന്ന് പോകുന്നത് തന്നെ. കൊള്ളയടി ഇവനൊക്കെ ഈ ആയുധമുണ്ടാക്കി വിറ്റ് തമ്മിലടിപ്പിച്ച് വിറ്റ് കാശ് വാങ്ങിക്കുന്നതല്ലാതെ ഇവനൊക്കെ എന്താണ് വേറെ ഉള്ള ഒരു പരിപാടി? ലോകത്ത് വേറെ എന്തിനാണുള്ളത്? ഇസ്രായേലിന്റെ കയ്യിലും അത് തന്നെയാണ്. ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഇവൻ തന്നെയാണ്. അപ്പോ അങ്ങനെ ഇറാൻ രണ്ടും കരുതി തന്നെ. കാരണം യവന്മാർക്ക് ആണവ ആയുധങ്ങൾ കൈവശം വയ്ക്കാം, അത് നിർമ്മിക്കാം, പക്ഷെ മറ്റുള്ള രാജ്യത്തിന് അത് വെച്ചുകൂടാ. എന്നാൽ പിന്നെ കൊറിയ വെച്ചിരിക്കുന്നു, ചൈന വെച്ചിരിക്കുന്നു, റഷ്യ വെച്ചിരിക്കുന്നു. അവന്മാര് ഇവിടെയൊക്കെ കയറി ചോദ്യം ചെയ്യാൻ വിവരം അറിയും. അവിടെയൊക്കെ കയറി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുമില്ലാത്ത പാവങ്ങളെ നെഞ്ചത്ത് തന്നെ, അവരെ നെഞ്ചത്ത് തന്നെ കയറാമെന്ന് കുമാർക്ക് തോന്നി. അങ്ങനെ ഇസ്രായേൽ കയറിയത് ഇപ്പൊ ലോക ചരിത്രത്തിലില്ലാത്ത ഒരു രംഗം ആണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ, യഹൂദന്മാർ, അവരിപ്പം മാപ്പി ചോദിക്കുകയാണ് ഇറാനോട്. ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, ഞങ്ങൾ ഇനി ഒന്നും ചെയ്യരുത് എന്ന് അനുഭവിച്ചു. ഒരുപാട് അങ്ങ് അനുഭവിച്ചു. ഇറാൻ അടി തുടങ്ങിയ മാരകമായ ബോംബുകൾ. അവൻ്റെയൊക്കെ അയൺ ഡോമിനെയെല്ലാം മറികടന്ന് നാശം തേക്ക്. അതും 20% പുറത്തെടുത്തിട്ടുള്ളൂ. ഇനി മാരകമായ ആയുധം വന്ന ഇസ്രായേൽ ഉണ്ടാവില്ല. ബങ്കറും കൂടെ ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ രാജ്യം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ബങ്കർ ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ ജനങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചുപോയതായി. മരിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിരപരാധികൾ ആരും മരിക്കാൻ പാടില്ല. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചും സംഘികളെ സംബന്ധിച്ചും അങ്ങനെയല്ല. അവർക്ക് പിന്നെ സംഘികൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇറാൻ എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിങ്ങളാണല്ലോ. മുസ്ലിങ്ങളെ ആയാലും അവർക്ക് അതേസമയത്ത് ചോറ് ഇറാന്റെയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇറാനുമായുള്ള സൗഹൃദങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ അനേകം ജനങ്ങൾ പോയി അവിടെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോറ് ഇവിടെയും ഇസ്രായേലിന്റെ കൂടെയാണ്. എന്നാൽ ഇസ്രായേലിക്ക് ഈ സംഖ്യകളെ വേണ്ട എന്നാണ് അമ്മമാർ പറയുന്നത്. കാരണം ഈ ചാണം തീനികളെയൊന്നും അവർക്ക് ആവശ്യമില്ല. ചാണം തീനികൾ പറയുന്നത് അങ്ങനെയല്ല. കാരണം രണ്ടും ഒരുപോലെയാണ് യഹൂദന്മാർ. പിന്നെ യഹൂദന്മാരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 1,24,000 പ്രവാചകന്മാർ വധിച്ചു.
ഈസാ നബി വരും. അത് യൂദാസ് എന്നുള്ള യഹൂദൻ തന്നെ, അത് ഈ യഹൂദനെ തന്നെ കൂട്ടിക്കൊടുത്തു. അവസാനം ഈ യേശു ക്രിസ്തുവിനെ കൊന്നു. അങ്ങനെയുള്ള യൗമാർക്ക് ഈ പ്രവാചകന്മാരെ കൊന്ന ഇവനൊക്കെ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ അങ്ങനെ വല്ലതുണ്ട്. ഇവനൊക്കെ നാശമടയാൻ ലോകം മുഴുവന് അലഞ്ഞു തിരിയുവാൻ വേണ്ടി സൃഷ്ടാവ് കൽപ്പിച്ചു. അവസാനം ഈ ലോകത്ത് ഈ ഒരു സ്ഥലവും യൂറോപ്പിലൊന്നും യൗമാരെ അടുപ്പിക്കില്ല. അതുപോലെ ജർമ്മനിയിൽ ഇവനെയൊക്കെ മൊത്തമുള്ളതിനെ കൊന്നൊടുക്കി 10% മാത്രം ഫിൽറ്റർ ബാക്കി വെച്ചു. കാരണം ഇവന്റെയൊക്കെ സ്വഭാവം അറിയാൻ വേണ്ടി. ഒരു രാജ്യത്തും ഇവന്മാരെ അടുപ്പിക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവന്മാർക്ക് മുസ്ലിങ്ങൾ അവരാകുമ്പോഴത്തേക്ക് അവർ കുഴപ്പമില്ലാത്തവരാണ്, അവർ സമാധാനികളാണ്. അങ്ങനെ ചെന്ന് അവിടെ ഒരു സ്ഥലം എവിടെ. അതിന് ശേഷം യവന്മാർ പിന്നെ ആ പാവങ്ങളെ പിന്നെ അവന്മാർക്ക് ആ രാജ്യം മുഴുവനും വേണം. പാലസ്തീൻ വേണം, ലെബനാൻ വേണം, എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യം മുഴുവനും യവന്മാർക്ക് വേണം. അതിന് അമേരിക്കയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക മൊത്തം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ യുദ്ധങ്ങൾ നടത്തിയത്. ഇപ്പോൾ പാടം ഇറാൻ അങ്ങ് കൊടുത്തു, നല്ല കൊടുത്തു. അവരുടെയൊക്കെ നല്ലതുപോലെ ഇറാൻ അങ്ങ് കയറി മേഞ്ഞു. അപ്പോൾ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അടി കിട്ടി. അപ്പൊ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ റഷ്യ പറഞ്ഞു, അതായത് ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകും. അവസാനം ഗതി മുട്ടിക്കഴിഞ്ഞാൽ, അളവ് മുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ അണുവായുധം ചിലപ്പോൾ അവസാനം മറ്റിലെത്തി വേണ്ടാന്ന് വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിന്റെ പിന്നെ ഇസ്രായേലും കാണില്ല, അമേരിക്കയും കാണില്ല. അത് നാശ കോടാലിയായി മാറും. അതുകൊണ്ട് യുദ്ധം ഭയന്നുപോയി, ബഹുമാരി ഭയന്നുപോയി. അല്ലെങ്കിൽ ഇനിയും ഈ യുദ്ധം തന്നെ തുടർന്നുകൊണ്ടിരുന്നാൽ ഇസ്രായേലിനെ കാണത്തില്ല. അവര് അതിശക്തമായി തന്നെ പോരാടും. ഇപ്പൊ എന്തായിരുന്നാലും ശരി തന്നെ, ലോകത്തിലെ വൻ ഹീറോ ആയി മാറി ഇറാൻ. വൻ ഹീറോ ആയി മാറി. ഈ നാശം വിതച്ച ഈ നാറികൾ, അതായത് ഈ യഹൂദന്മാർ, ഇനി ആ പാവങ്ങളെ കൂടെ ഒന്നൊടുക്കിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇന്നും 10-27 പേര് മരിച്ചതായിട്ടാണ് അറിയുന്നത്. ബിഷപ്പിന് വേണ്ടി വന്ന് കൈ നീട്ടുന്നവനെ പോലും വെടിവെച്ച് കൊല്ലുന്ന നിഷ്ഠൂരമായി ചെയ്യുന്ന ഈ ഗാസയിലെ യുദ്ധവും കൂടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകരാജ്യങ്ങളും നല്ലവരായ ജനങ്ങളും അതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഈ യുദ്ധത്തിന് ഒരിക്കലും സപ്പോർട്ട് യുദ്ധം ഇല്ലാത്ത ഒരു കാലഘട്ടം ഇരിക്കട്ടെ എന്നതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് ഈ യുദ്ധം നടന്നപ്പോഴത്തേക്ക് പോലും യുദ്ധത്തെക്കുറിച്ച് ഒന്നും മിണ്ടാത്തതിന്റെ കാര്യവും അതാണ്. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. യുദ്ധത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല, നിരപരാധികളാണ് മരണപ്പെടുന്നത് മുഴുവൻ. അതുകൊണ്ട് ഈ യുദ്ധം ഒരിക്കലും ഒന്നിനും നല്ലതല്ല. യുദ്ധം ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ഇനി പാലസ്തീന് അത് പ്രത്യേകമായ ഒരു രാജ്യം അവർക്ക് നൽകിക്കൊണ്ട് ഈ യുദ്ധം അവിടെ നിന്നും കൂടി ഒഴിപ്പിച്ച് അവർക്ക് സമാധാനമായി ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം